എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ, കേൾക്കുന്നില്ലേ? നീ അവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. കുറച്ച് ബിസി ആയി പോയി. ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി അബി. എന്നാ നിനക്കൊന്ന് എടുത്തിട്ട് പറഞ്ഞൂടെ, വെറുതെ മനുഷ്യനെ ടെൻഷൻ ആക്കാൻ. ശരി, നീ ഫ്രീ ആയിട്ട് വിളിക്കേ. ഓക്കെ ഓക്കെ. അതെ, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണേ. കഴിഞ്ഞോ? മേളിലേക്ക് ഇരുന്നോ. നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? എങ്ങനെ ആയിരിക്കുമെന്ന്? ഇതുപോലെ സ്നേഹത്തോടെ. എന്തങ്ങനെ വേണ്ടേ? അങ്ങനെ വേണം. എന്നാലും എന്താ നിന്റെ പ്രശ്നം? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാനുണ്ടായേ? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒരു തോന്നൽ. എന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? അതിപ്പോ എന്തെങ്കിലും നിന്നെ അന്വേഷിച്ച് നിന്റെ പേരൻസ് വന്നാൽ പിന്നെ നീ എന്നെ പോലെ അല്ലല്ലോ. എന്നിട്ട് അവര് പറഞ്ഞാലും ഇത് വേണ്ടെന്ന്. അങ്ങനെയൊന്നും ആരും വരില്ലേ ബി. ഇനിയിപ്പോ ആരെങ്കിലും വന്നാലും അവർ പറയുന്നത് ഞാൻ കേൾക്കുവോ? എന്നെ ഇട്ടിട്ട് പോകുമ്പോ എനിക്ക് 5-6 മാസം ഉണ്ടായുള്ളൂ. ഇനി നീ പറ, ഞാൻ അവർ പറയുന്നത് കേൾക്കുവോ? എന്ന് വാക്കതാ. എലിസ കയറിക്കോളൂ കേട്ടോ. എലീസ, ഇപ്പോഴും സമയമുണ്ട്. തീരുമാനത്തിൽ മാറ്റമുണ്ടെങ്കിൽ ഇപ്പോഴും വേണ്ടെന്ന് വെക്കാം. ഇല്ല.
ആക്ച്വലി എനിക്കിത് പറയേണ്ട കാര്യമില്ല, ഇതെൻ്റെ ജോലിയാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. വൺസ് ഇത് റിമൂവ് ചെയ്താൽ പിന്നെ തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല. എലീസ, എന്നാൽ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, ഇപ്പോഴേ പറ്റുള്ളൂ. മുന്നേ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അതോർത്ത് പേടിക്കണ്ട. ആളുമായി ബന്ധപ്പെട്ടതെല്ലാം ഈ സമയം കൊണ്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ചേരുന്നില്ലേ? പിന്നെ അല്ലാതെ, ഇങ്ങോട്ട് ഇരിക്ക്. അല്ലെങ്കിൽ നിന്റെ സെലക്ഷൻ ഓ തെറ്റില്ലല്ലോ. അങ്ങനെ. പിന്നെ നീ ഇതിട്ട് കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല, ചെറിയൊരു മിസ്സിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്തിനാ വെറുതെ ദൂരെ പോയി കിടക്കുന്നേ? ഇവിടെ ജോലി ഇട്ടാഞ്ഞിട്ടൊന്നല്ലല്ലോ. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എന്താന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത്തവണയെങ്കിലും നിനക്ക് ലീവ് കിട്ടുമോ? ഞാൻ ചോദിക്കാനായിട്ടാണോ? എടാ, അവര് തരണ്ടേ? അടുത്ത വട്ടം എന്തായാലും സെറ്റാക്കാം. Have this tablet. അതെ, ആരോ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. എല്ലാം ശരിയടാ. നിങ്ങൾ ഇവിടെ വന്നോ? എന്താ നിങ്ങക്ക് വേണ്ടേ? നിങ്ങൾ അവിടെ വെച്ച് എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അകത്തേക്ക് വരാമല്ലോ അല്ലേ? എന്താ സംസാരിക്കാനുള്ളേ? എങ്ങനെ പറയണം, എവിടെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. 17ാമത്തെ വയസ്സിൽ ഞാനൊരു തെറ്റ് ചെയ്തു. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. പാടില്ലായിരുന്നു. പക്ഷേ അന്നെനിക്ക് അതിനേ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് മറ്റൊരു കുടുംബമായിപ്പോ നിന്നെ തേടി വരാൻ പേടിയായി. മോളെ ദൂരെ നിന്നൊരു നോക്ക് കാണാൻ വേണ്ടി വന്നതാ. നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം ഇപ്പോഴും എനിക്കില്ല. പക്ഷേ വെറുക്കാനാണെങ്കിലും എന്റെ മുഖം നിന്റെ ഉള്ളിൽ വേണം. നിനക്കെന്നോട് വെറുപ്പായിരിക്കുമെന്ന് എനിക്കറിയാം. അവനും അങ്ങനെ തന്നെയായിരിക്കും. നിനക്കറിയില്ല, നീ ഒറ്റയ്ക്കായിരുന്നില്ല. നിങ്ങൾ 2 പേരായിരുന്നു.
എന്നെ ഒന്ന് ശരിക്ക് കാണിച്ചു പോലുമില്ല. എവിടേക്കാ കൊണ്ടുപോയെന്ന് ആരും പറഞ്ഞില്ല. അവനെ ഞാൻ ഒരുപാട് തിരക്കി. അവസാനം അവൻ്റെ ഒരു പഴയ ഫോട്ടോ എനിക്ക് കിട്ടി. സമയം വെച്ച് നോക്കിയ അവൻ നിന്റെ അനിയനാ. എലീസ, ഈ പോയിന്റിലേക്കൊന്ന് നോക്കൂ. എലീസ, ഇറ്റ്സ് സ്ലിപ്പിംഗ് അവേ ലൈക്ക് എ snowflake melting slowly, 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 slowly. എലി, ചേവളെവിടെ പോയി? എലി